പ്രശസ്ത സിനിമാ സംവിധായകനും ഛായാഗ്രാഹകനുമായ ഷാജി എൻ കരുൺ അന്തരിച്ചു. വൈകുന്നേരം 5 മണിയോടെ വഴുതക്കാട്ടെ വസതിയിൽ ആയിരുന്നു അന്ത്യം. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന പ്രസിഡന്റും കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനുമാണ്. സംസ്ഥാന സർക്കാരിന്റെ കഴിഞ്ഞ വർഷത്തെ JC ഡാനിയൽ പുരസ്കാരം ദിവസങ്ങൾക്ക് മുമ്പാണ് ഷാജി എൻ കരുണിന് സമ്മാനിച്ചത്. ആദ്യ ചിത്രമായ പിറവിക്ക് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഗോൾഡൻ ക്യാമറ, പ്രത്യേക പരാമർശമടക്കം നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പത്മശ്രീ പുരസ്കാരം നൽകി രാജ്യം ആദരിച്ചിരുന്നു. ദേശീയ അന്തർദേശീയ തലങ്ങളിൽ മലയാള സിനിമയെ അടയാളപ്പെടുത്തിയ അതുല്യ പ്രതിഭയാണ് രാജ്യത്തിന് നഷ്ടമായത്. കിരൺ ബാബു കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. കിരൺ, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ലോകത്തിന് മുമ്പിൽ മലയാള സിനിമയെ അടയാളപ്പെടുത്തിയ അതുല്യ പ്രതിഭയാണ് വിടവാങ്ങിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കണം. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ പൊതുദർശനം, സംസ്കാരം അടക്കമുള്ള കാര്യങ്ങളുടെ സമയക്രമം, തീയതി ഒക്കെ വരുന്നുണ്ടോ ഈ സമയം? ആര്യ, ഏകദേശം 1 മണിക്കൂറേ ആയുള്ളൂ അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചിട്ട്. പൊതുദർശനവും അതോടൊപ്പം തന്നെ സംസ്കാരം തുടങ്ങിയ കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ വീട്ടുകാരും അതോടൊപ്പം തന്നെ കേരള സംസ്ഥാന സർക്കാരുമായിട്ടുള്ള ചർച്ച നടക്കുകയാണ്. 4 മണി എന്നുള്ളതാണ് പ്രാഥമികമായി ഒരു തീരുമാനം വന്നിട്ടുള്ളത്. ശാന്തി കവാടത്തിലായിരുന്നു സംസ്കാരം എന്നുള്ളത് വന്നിട്ടുണ്ട്. വീട്ടിൽ തന്നെ പൊതുദർശനം ചടങ്ങുകൾ നടത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം. സംസ്കാര ചടങ്ങ് ഔദ്യോഗിക ബഹുമതികളോടെയാവും നടത്തുക. എന്തായാലും വൈകിട്ട് 4 മണിക്ക് തൈക്കാട് ശാന്തി കവാടത്തിൽ അദ്ദേഹത്തിന്റെ സംസ്കാരം എന്നുള്ളതാണ് ഇപ്പോൾ ഇരിക്കുന്ന ധാരണയനുസരിച്ച് പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ. ഔദ്യോഗികമായ പ്രഖ്യാപനം അല്പസമയത്തിനുള്ളിൽ തന്നെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും മലയാളത്തെ സംബന്ധിച്ച് ലോകത്തിന് മുന്നിൽ മലയാള സിനിമയുടെ അഭിമാന അടയാളമായി നിന്ന ഒരു പ്രമുഖ സംവിധായകനും ഛായാഗ്രാഹകനുമാണ് ഇപ്പോൾ വിട്ടുപിരിഞ്ഞിരിക്കുന്നത്. ഒരു സംവിധായകന്റെ 3 സിനിമകൾ കാൻ ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുക എന്ന് പറഞ്ഞാൽ തന്നെ അത് ആ സംവിധായകനെ സംബന്ധിച്ച്, ലോകത്ത് ഏത് രാജ്യത്തും ആ സംവിധായകനെ സംബന്ധിച്ച് അതൊരു വലിയ അഭിമാനമാണ്. പിറവി, സ്വം, വാനപ്രസ്ഥം ഈ 3 സിനിമകളും കാൻ ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ അവിടെ പ്രദർശിപ്പിക്കപ്പെട്ട സിനിമകൾ കൂടിയാണ്. അവിടെ അംഗീകാരങ്ങൾ നേടിയ സിനിമകൾ കൂടിയാണ്. അത്തരമൊരു അംഗീകാരം അത്യപൂർവമായി മാത്രം ലോകത്തെ ഏതെങ്കിലും ഒരു സംവിധായകന് ലഭിക്കുന്ന ഒരു അംഗീകാരം കൂടിയാണ്. അത് നേടിയ സംവിധായകൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരാളുടെ ജീവിതത്തെ എത്രത്തോളം വലിപ്പമേറിയതാണ്, എത്രത്തോളം വിശാലമായിരുന്നു അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതം എന്നതുകൂടി അടയാളപ്പെടുത്താൻ കഴിയുന്ന ഒന്നാണ്. മറ്റൊന്ന്, അതിശക്തമായ മൂർച്ചയേറിയ രാഷ്ട്രീയം പറയുന്ന സിനിമകൾ കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പലതും. പിറവിയൊക്കെ അടിയന്തരാവസ്ഥ കാലത്ത് അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് അന്ന് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വലിയ വേട്ടയാടലുകൾ, ആ വേട്ടയാടലുകളും അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സംഭവങ്ങളും രാജൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട വിഷയമടക്കം അതിശക്തമായ രീതിയിൽ തന്നെ അവതരിപ്പിച്ച ഒരു ചിത്രം കൂടിയായിരുന്നു. കാണാതായ മകനെ തേടിയുള്ള ഒരു അച്ഛൻ്റെ യാത്ര. യാത്രയൊക്കെ പിറവി എന്ന സിനിമയിലൂടെ എങ്ങനെയാണോ അടിയന്തരാവസ്ഥയിൽ വേട്ടയാടലുകൾ നടന്നത്, പോലീസിൻ്റെ വേട്ടയാടലുകൾ നടന്നത്, അതിനെതിരെയുള്ള അതിശക്തമായ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ അതിനെ വീണ്ടും ചലച്ചിത്രത്തിലേക്ക് കൊണ്ടുവന്ന് ആ ശക്തമായ രീതിയിൽ തന്നെ അവതരിപ്പിക്കുക കൂടിയായിരുന്നു അദ്ദേഹം. പുരോഗമന കലാസാഹിത്യ സംഘവുമായും എപ്പോഴും പുരോഗമന ആശയങ്ങളുമായും ചേർന്ന് നിന്ന ഒരാൾ കൂടിയാണ് ഷാജി എൻ കരുൺ. അതോടൊപ്പം തന്നെ മലയാള ചലച്ചിത്ര മേഖലയിൽ ആദ്യം അദ്ദേഹം ചലച്ചിത്ര പഠനം പൂർത്തിയാക്കി അരവിന്ദനെ പോലെയുള്ള സിനിമയെ അതീവ ഗൗരവമായി കാണുന്ന, ഏറ്റവും ഗൗരവമായ ഒരു കലാരൂപമായി മാത്രം സിനിമയെ കാണുന്ന അരവിന്ദനെ പോലെയുള്ള ഒരു സംവിധായകനൊപ്പമായിരുന്നു അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതം. അദ്ദേഹത്തിന് വേണ്ടി ദീർഘകാലം അദ്ദേഹത്തിൻ്റെ ഛായാഗ്രാഹകനായിരുന്നത് ഷാജി എൻ കരുണാണ്. KG ജോർജ്, അതോടൊപ്പം തന്നെ MD വാസുദേവൻ നായർ തുടങ്ങി സിനിമയിൽ എങ്ങനെ മാറ്റം കൊണ്ടുവരാമെന്ന് ചിന്തിക്കുകയും അതൊക്കെ പ്രാവർത്തികമാക്കുകയും ഒക്കെ ചെയ്ത മഹാന്മാരായ സിനിമാ സംവിധായകർക്കൊപ്പമായിരുന്നു അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതം. അതിനുശേഷമാണ് അദ്ദേഹം സ്വന്തം സംവിധാനത്തിൽ സിനിമയിലേക്ക് എത്തുന്നത്. അത് പിറവിയായാലും ആദ്യ സിനിമയെ തന്നെ അദ്ദേഹത്തിന് കാൻ ഫിലിം ഫെസ്റ്റിവലിലേക്ക് എത്തിക്കാനും അതിന് അവാർഡുകൾ, പുരസ്കാരങ്ങൾ നേടിയെടുക്കാനും ഒക്കെ കഴിഞ്ഞു. രണ്ടാമത്തെ സിനിമ സ്വം വരുമ്പോഴും അതുപോലെ തന്നെ അദ്ദേഹത്തിന് ആ തരത്തിലേക്ക് അന്താരാഷ്ട്ര തലത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. അതിനുശേഷം ദീർഘകാലം കഴിഞ്ഞെടുത്ത വാനപ്രസ്ഥവും ആ തരത്തിലേക്ക് തന്നെ കാൻ ഫിലിം ഫെസ്റ്റിവലിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ ഒരു സംവിധായകനാണ്. പ്രത്യേകിച്ച് മലയാള സിനിമ എല്ലാ കാലത്തും മലയാളികൾക്ക് പുതിയ കാല സിനിമകൾ, ലോക സിനിമകളെയൊക്കെ പരിചയപ്പെടുത്താനും സിനിമയെ ഗൗരവമായി പഠിക്കാനും സിനിമയെ ഗൗരവമായി ലോകത്തിൻ്റെ സിനിമാ ചലനങ്ങളെക്കുറിച്ച് മലയാളികളായ സിനിമാ പ്രവർത്തകർ, സിനിമാ വിദ്യാർത്ഥികൾ തിരിച്ചറിയണമെന്ന് ഒക്കെ ആഗ്രഹിക്കുകയും അതനുസരിച്ച് ചലച്ചിത്ര അക്കാദമി രൂപപ്പെടുത്തുന്നതിലും ഒക്കെ അദ്ദേഹം വഹിച്ച പങ്ക് അത്രത്തോളം വലുതായിരുന്നു. അദ്ദേഹം
അദ്ദേഹം സ്വന്തമായ രീതിയിൽ പഠിച്ചാലും സിനിമ ചെയ്താലും മാത്രം പോരാ, മലയാളത്തിലേക്ക് വരാൻ പോകുന്ന തലമുറ കൂടി ആ ലോക സിനിമയുടെ നിലവാരത്തിലേക്ക് ഉയരാൻ കഴിയുന്ന തരത്തിലേക്ക് മാറ്റാൻ കഴിയണമെങ്കിൽ അതിൽ സർക്കാരുകൾക്ക് ആ തരത്തിലേക്ക് ഒരു ഇടപെടലുകൾ വേണം. സാധാരണഗതിയിൽ സിനിമകൾ എടുക്കുന്നു, ആ സംവിധായകന്റെ ഒരു കലയാണ്, അല്ലെങ്കിൽ ആ തരത്തിലേക്ക് സമാന്തര സിനിമകൾ എടുക്കുന്നവർ അവർ ഒരു സിനിമ എടുക്കുന്നു, കച്ചവട സിനിമ മറ്റൊരു മേഖലയിൽ നിന്നെടുക്കുന്നു. അതിനപ്പുറത്തേക്ക് സിനിമയ്ക്ക് ഏതെങ്കിലും തരത്തിൽ സർക്കാരുകൾക്ക് പങ്കുണ്ടോ എന്നും സർക്കാരുകൾ ഇക്കാര്യത്തിൽ സജീവമായ ഇടപെടലുകൾ നടത്തേണ്ട ഒന്നാണെന്നും ഉള്ള ഒരു ചിന്തയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അത്തരം ഒരു ചിന്ത സർക്കാരിന് മുന്നിൽ ടി.കെ. രാമകൃഷ്ണൻ സംസ്കാര മന്ത്രിയായിരുന്നപ്പോൾ അവതരിപ്പിക്കുകയും അന്ന് തന്നെ ചലച്ചിത്ര അക്കാദമി ഇതിലേക്ക് രൂപപ്പെടുത്തുകയും ഒക്കെ ചെയ്തതിൽ അദ്ദേഹത്തിന്റെ പങ്ക് അത്രത്തോളം വളരെ വലുതായിരുന്നു. ഒന്ന്, സിനിമാ സംവിധായകൻ എന്ന നിലയ്ക്ക്; രണ്ട്, സിനിമയെ ഛായാഗ്രാഹകൻ എന്ന നിലയ്ക്ക്; മൂന്ന്, സിനിമയെ എങ്ങനെയാണോ മലയാള സിനിമയുടെ ഭാവിയെ നിശ്ചയിക്കുന്നതിൽ ലോക സിനിമയുമായിട്ടുള്ള പരിചയം എങ്ങനെയായിരിക്കണം എന്ന് അതിന് സർക്കാരിന് ഏത് തരത്തിലാണ് ഇടപെടേണ്ടത്. ഇങ്ങനെ 3 തരത്തിൽ അദ്ദേഹത്തിന്റെ സംഭാവനകൾ എല്ലാ കാലത്തും മലയാള സിനിമ ഉണ്ടായിരുന്നുള്ള കാലത്തോളം അടയാളപ്പെടുത്തപ്പെടും. തീർച്ചയായും ആർ കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. സംവിധായകൻ എന്നതിനൊപ്പം തന്നെ ഛായാഗ്രാഹകൻ എന്ന നിലയിലും തിളങ്ങിയ വ്യക്തിയാണ്. ഈ ഡിജിറ്റൽ സാങ്കേതിക തികവുകളൊന്നുമില്ലാതിരുന്ന കാലത്ത് പോലും അദ്ദേഹം ദൃശ്യ വിവരണത്തിലൂടെ ലോകത്തെ തന്നെ പലകുറി വിസ്മയിപ്പിച്ച വ്യക്തിത്വമാണ്. അതോടൊപ്പം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ, ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ആയിരിക്കുമ്പോഴുമൊക്കെ മലയാള സിനിമയെ ഉന്നതിയിലേക്ക് എത്തിക്കാൻ അഹോരാത്രം പ്രവർത്തിച്ച ഒരു സിനിമാ പ്രവർത്തകനെ കൂടിയാണ് നഷ്ടമായിരിക്കുന്നത്. ആർ കിരൺ ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്.